അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും റേഡിയോ ഇസ്ലാം ഗുഡ് മോർണിംഗ് റമദാനിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ലുക്കുമാനും എൻ്റെ കൂടെ അബ്ദുസ്സമദുമാണ്. സമദ്, എന്താണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകരോടും ശ്രോതാക്കളോടും ഒക്കെ പറയാനുള്ളത്? ഇന്ന് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് നമ്മുടെ ഈ ഗുഡ് മോർണിംഗ് റമദാൻ കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. എന്തൊക്കെയാവാം അതിൽ വരുന്ന വിഷയങ്ങൾ, ഏതൊക്കെ രീതിയിലാവാം എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അധികം കൊടുക്കാറ്. ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൽ വരാവുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെയും കൂടെ ജീവിതത്തിൽ ബന്ധപ്പെടുത്തിയിട്ട് കേട്ടോ. നമ്മളൊരിക്കലും ഈ ഗുഡ് മോർണിംഗ് റമദാനിലോ അതേപോലെ ടെലിഗ്യൂസിലോ റേഡിയോ ഇസ്ലാമിൻ്റെ മറ്റു പ്രോഗ്രാമിലോ വന്നിരിക്കുന്നവരൊന്നും ഒരിക്കലും പെർഫെക്റ്റ് അല്ല. നമ്മളും ശ്രോതാക്കളുടെ കൂടെ തന്നെ നമ്മുടെ ജീവിതത്തെ എഡിറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അതെ. അപ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളും അതിൽ വന്നുകൊണ്ടിരിക്കുന്നവയിൽ പിഴവുകളും വരേണ്ട കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ അധികവും. എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ സെക്കൻഡുകളെയും എങ്ങനെ നന്നാക്കി തീർക്കാം, അതല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും എങ്ങനെ പ്രതിഫലം നേടുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. അതായത് ഓരോ സെക്കൻഡും, ഓരോ നിമിഷവും, ഓരോ ചെറിയ പ്രവർത്തനങ്ങളും, ഓരോ അനക്കവും നാളെ പരലോകത്തേക്കുള്ള ഒരു പ്രതിഫലമാക്കി മാറ്റാൻ, അത് മാറ്റാൻ കഴിയുന്നതാണ് ശരിക്കും ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റികളിലൊന്ന്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു കാര്യം ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഖുർആനിലൊക്കെ പരാമർശിച്ചിട്ടുള്ള ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനമാണെന്ന് ഉറപ്പുള്ള ദുനിയാവിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉള്ള മന്ദിരം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ, പള്ളി ഉണ്ടാക്കുക, അതിന് മുന്നേ ഇല്ലാത്ത ഒരു മന്ദിരമാണ്. ഈ ഭൂമിയിൽ അതിന് മുന്നേ അങ്ങനെ ഒരു മന്ദിരം ഇല്ല. അത് മാത്രവുമല്ല, അത് ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ ഭവനാണല്ലോ. തീർച്ചയായിട്ടും. അതിന് പിന്നെ പ്രതിഫലത്തിന് യാതൊരു തടസ്സവും അടല്ല. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്, വേറെ ആരുമല്ല. അത്രയും അള്ളാഹു തആല ഖലീലുള്ളാ എന്ന് പോലും പേരെടുത്ത് വിളിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തഖ്വക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അദ്ദേഹം 100% ഉറപ്പായിട്ടും അള്ളാഹു തആലക്ക് വേണ്ടി തന്നെയാകുമ്പോൾ നിർമ്മിക്കുന്നതും. എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും പടച്ചോൻ്റെ ഭവനമാണ്, അത് അള്ളാഹു തആലക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നതെന്ന വ്യക്തമായ ബോധവും തഖ്വയും സൂക്ഷ്മതയും ഉണ്ട്. എന്നിട്ടും ആ നിർമ്മാണത്തിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലേ? അതെ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, നീ കേൾക്കുന്നവനാണ്, നീ അറിയുന്നവനാണ്, ഞങ്ങളിൽ നിന്ന് ഈ കർമ്മത്തെ നീ സ്വീകരിക്കണമെന്ന്. എന്തൊരു വിനയാണ്, അല്ലേ? കാരണം ഒരു നല്ലൊരു കർമ്മം ചെയ്താൽ തന്നെ നമ്മളിൽ പലർക്കും ഒരു ചെറിയൊരു അഹങ്കാരമൊക്കെ വരാറുണ്ട്. ഞാനത് ചെയ്തു, ഞാൻ ഒരു പാവപ്പെട്ടവനെ ഭക്ഷിപ്പിച്ചു, ഞാനൊരു പള്ളിക്ക് ഇത്ര രൂപ സ്വതക്ക കൊടുത്തു. ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് ഞാൻ എന്തൊരു അഹങ്കാരം, ഒരു നടിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ പലരിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്രയും വലിയ കർമ്മം ചെയ്തിട്ടും ഇബ്രാഹിം നബി ഇസ്ലാം കാണിക്കുന്ന ആ ഒരു എളിമ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആ പ്രവർത്തനം സ്വീകരിക്കാൻ അള്ളാഹു തആലയോട് കേണ് പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം. നമ്മൾ ഏത് ചെറിയ പ്രവർത്തനം ആയിക്കോട്ടെ, വലിയ പ്രവർത്തനമായിക്കോട്ടെ, ഇതൊരു വലിയ പ്രവർത്തനമായിരുന്നു. പക്ഷെ ആ വലിയ പ്രവർത്തനം കഴിഞ്ഞപ്പോഴും യഥാർത്ഥത്തിൽ നമ്മളൊരു വലിയ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അതിന് ആ ഒരു പ്രതിഫലം എന്തായാലും സ്ഥിരപ്പെട്ട് കഴിഞ്ഞല്ലോ, പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന നിലക്ക് അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ടിലൂടെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുക. പക്ഷെ പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. തീർച്ചയായിട്ടും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളെയും എങ്ങനെ പ്രതിഫലാർഹമാക്കാം എന്ന് ചോദിച്ചാൽ, അത് ഓരോ സമയത്തും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവാണ് സ്വീകരിച്ച് അതിന് അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നത്. പടച്ചോനെ, ഇത് സ്വീകരിക്കണമേ, ഇതിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ പുറത്ത് ഈ പ്രവർത്തനത്തെ സ്വാലത്തമലായി സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന നമ്മളെല്ലാവരിലും ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനം, ഓരോ നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇത് പ്രതിഫലം ലഭിക്കാൻ ഉതകുന്നതാണ് എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഞാനും ലുക്മാൻ കയും അടക്കം
ഇതുവരെ ഒരു പക്ഷേ നമ്മളുടെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ നാളെ മുതൽ നമ്മളൊന്ന് ശ്രമിക്കേണ്ടതുണ്ട്. അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കത് നേടിയെടുക്കാൻ കഴിയും. ഖുർആൻ പറയുന്ന വളരെ ചിന്തനീയമായ 2 വചനങ്ങൾ സൂചിപ്പിക്കാം. അതിൽ ചെറിയൊരു അധ്യായത്തിലെ 2 ആയത്തുകളാണ്. അൽ ഹാക്കുമുത് തകാസുർ, സൂറത്തു തകാസുറിലെ ആയത്താണല്ലോ. ഹത്താ സുർത്തുമുൽ മക്കാബിർ. 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. മനുഷ്യൻ എന്തൊരു കാര്യം കൊണ്ടാണ് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത് എന്നും, രണ്ടാമത്തെ കാര്യം അത് മനുഷ്യന് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഏതുവരെ അവൻ അങ്ങനെ മുന്നോട്ട് പോവേണ്ടി വരും എന്ന ഒരു ലക്ഷണം കൂടി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരാൾ തനിക്ക് കിട്ടിയ കുറേ നിഅമത്തുകളുടെയൊക്കെ പേരിൽ തന്നെ എന്ത് ചെയ്യാണ്, അശ്രദ്ധയിലായി പോവുക. തകാസുർ എന്ന് പറഞ്ഞാൽ പെരുമ നടിക്കലാണല്ലോ. നമുക്ക് മക്കള്, അതുപോലെ മക്കളുടെ ജോലി, പിന്നെ നമ്മുടെ നല്ല വീട്, വാഹനം, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ദുനിയാവിൽ പെരുമ നടിക്കാം. ഇതൊക്കെ അള്ളാഹു നൽകിയ ഫളലിന്റെയും നിഅമത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് നമുക്ക് വന്നു ചേർന്നതാണ്. തീർച്ചയായും. എന്നാൽ അവിടെ നമുക്ക് ഇത് കിട്ടുമ്പോൾ, മക്കൾ ഉണ്ടാവുമ്പോൾ, പിന്നെ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, നല്ല വീട്ടിൽ കഴിയുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കിന് തോന്നുകയാണ് എന്തൊക്കെയോ ആയ പോലെ. സ്വാഭാവികമായിട്ട് അത് എവിടേക്കാണ് നമ്മൾ എത്തിക്കുന്നത്? സ്വയം പര്യാപ്തത ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ അശ്രദ്ധയിലായി പോകും. അതുകൊണ്ടാണ് നമുക്ക് ഓരോ നിമിഷാർദ്ധങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റാത്തത്. പടച്ചവന് വേണ്ടി ഉപയോഗിക്കാനും പരലോകത്തിന് ഉപകാരമാകുന്ന രീതിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും കഴിയാത്തത്. നമുക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടി മീൻസ് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്നത് എന്ന് മാത്രമല്ല, നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് തർത്തീബായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഈ ഒരു സ്വയം പര്യാപ്തത ഏതുവരെയാണ് നീണ്ടു നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർ സന്ദർശിക്കുന്നവരെ മാത്രം, വരെ മാത്രം. ഇത് പ്രവാചകന്റെ ഒരു ഹദീസിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഒരു മയ്യത്തിനെ അനുഗമിക്കുന്നത് 3 കാര്യങ്ങളാണ്. അവൻ്റെ കുടുംബവും അവൻ്റെ സമ്പത്തും അവൻ്റെ പ്രവർത്തനങ്ങളും. അതിൽ കുടുംബവും സമ്പത്തും ഖബർ വരെയും അമല് അവൻ്റെ കൂടെയും പോകുന്നതാണ്. എന്തൊരു മനോഹരമായിട്ടാണ് പ്രവാചകൻ അത് വിശദീകരിച്ചത്. കാരണം ഇതെല്ലാം സ്വയം പര്യാപ്തത നടിക്കുന്ന കാര്യങ്ങളെല്ലാം ഹത്തജുർത്തുമുൽ മഖാബിർ, ഖബർ സന്ദർശിക്കുന്നത് വരെയുള്ളൂ. വളരെ നശ്വരമായ ജീവിതത്തിൻ്റെ ഒരറ്റം, ഒരു പടി, ഒരു നാഴികക്കല്ല്, അത് കടക്കുന്നത് വരെ മാത്രമുള്ള ഈ കാര്യങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഓരോ നിമിഷവും അല്ലാഹു തആലക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പരലോകത്തിന് വേണ്ടി ഉപയോഗിക്കാതെ പോവുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു നഷ്ടബോധം നമ്മൾ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് ഒഴിവല്ല. കാരണം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ അശ്രദ്ധ പിടിപെടുന്നുണ്ട്. കാരണം നമ്മളിലുള്ള തക്കാസുറുണ്ടല്ലോ. ഇപ്പോൾ ചെറിയ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു തക്കാസുറുണ്ട്, അതായത് ബാല്യകാലത്ത് ഉണ്ടാകുന്ന സമയത്ത് ഒരു പക്വതയില്ലായ്മയിൽ നിന്നുണ്ടാവുന്ന പിന്നെ തക്കാസുറാണ്. അതേപോലെ ഒരു മധ്യവയസ്കൻ ഉണ്ടാകുന്ന തക്കാസുർ പലപ്പോഴും അവന്റെ ആസ്തിയും അവന്റെ ബിസിനസ്സിലെ മെച്ചങ്ങളും ഇതൊക്കെ അവന്റെ കുടുംബത്തിന്റെ കുമാരക്കാരെ നമ്മൾ സൂചിപ്പിക്കേണ്ടത്. കുമാരക്കാർ സ്വാഭാവികമായിട്ട് അവന്റെ വികാരപരമായിട്ടുള്ള ഒരു അശ്രദ്ധയാണ് അവരിൽ ഉണ്ടാവുക. അതേപോലെ ഇനി വലുതായി കഴിഞ്ഞാൽ പേരക്കുട്ടികൾ ആലോചിച്ചിട്ടും അവരുടെ ജോലി ആലോചിച്ചിട്ടും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതാണ് ഖുർആൻ കൃത്യമായി അതിനെ പോയിന്റ് ഔട്ട് ചെയ്തത്. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഏത് അശ്രദ്ധയാണെങ്കിലും അതുവരെ നമ്മൾ വിചാരിക്കുമല്ലോ പലപ്പോഴും നാളെ നന്നാവാം അല്ലെങ്കിൽ മറ്റന്നാൾ നന്നാവാം, ഈ ഒരു കല്യാണം കഴിഞ്ഞോട്ടെ, അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേജ് കഴിയട്ടെ, ഞാൻ എൻ്റെ ഒരു 10-50 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ റിട്ടയർഡൊക്കെ ആയിട്ട് പിന്നെ നല്ല മതപ്രവർത്തകനൊക്കെ ആയി പ്രബോധകനൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുവരെ എനിക്ക് പറ്റില്ല. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് അതിന് ശേഷവും പറ്റൂല എന്നുള്ളതാണ് ഒരു ചിത്രം തന്നെ യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും. കാരണം ഈ സമയങ്ങൾ ഉപയോഗിച്ച്, സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ആ പരലോകത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം ഇങ്ങനെ എടുത്തു നോക്കാം. ഒരു ദിവസത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നു. ആ എഴുന്നേൽക്കുന്ന സമയത്ത് പോലും നമുക്ക് എത്ര നന്മകൾ ചെയ്യാൻ പറ്റും എഴുന്നേൽക്കുന്ന സമയത്ത്. പക്ഷേ ഇതൊന്നും നമ്മളൊരു പക്ഷേ പലപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടായിട്ടും നമുക്കത് ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പം ആ പോയിന്റിലേക്ക് തന്നെയാണ് നമ്മൾ വരേണ്ടത്. ഞങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതാവണം ഒരു പക്ഷേ എന്നെ പരലോകത്ത് സ്വർഗവും നരകവും തമ്മിൽ വേർതിരിക്കാൻ കാരണമാകുന്നത്.
എഴുന്നേൽക്കുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥന, അതേപോലെ മടക്കി വെച്ച് അതും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നന്മയാണ് എന്ന് നമുക്കൊരു ബോധമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വസ്ത്രം അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ധരിക്കുമ്പോൾ ചെല്ലുന്ന ആ പ്രാർത്ഥന, മറ്റേ മിസ്വാക്ക് ചെയ്യും, അത് ചെല്ലുമ്പോൾ പ്രാർത്ഥന, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ മറ്റൊരാളെ വിളിക്കുമ്പോൾ കയറുന്നതിന് നിയ്യത്ത് നന്നാക്കിയാൽ അപ്പോഴൊക്കെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയെ പറ്റിയിട്ടാണ്. ഇബ്രാഹിം നബിന്റെ ആ പ്രാർത്ഥന നോക്കൂ, കഅബ ഇങ്ങനെ പടുത്തു വരുന്ന സമയത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ബിസ്മില്ല അറിഞ്ഞുകൊണ്ടത് നിർവഹിക്കുകയാണെങ്കിൽ, വെള്ളം കുടിക്കാൻ നേരത്ത് ബിസ്മില്ല. ഇവിടെ ഓരോ ഇൻസ്റ്റന്റിൽ നമുക്ക് പ്രാർത്ഥനകളല്ലേ, ബാത്റൂമിൽ കയറുമ്പോൾ, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നമസ്കരിക്കാൻ പോകുമ്പോൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ നിയ്യത്താണ്, ഒരാളെ വിളിക്കണം എങ്കിൽ എനിക്ക് പ്രതിഫലം കിട്ടും. ഇവിടെ എന്ത് ചെയ്താലാണ് എനിക്ക് പ്രതിഫലം കിട്ടുക? വിശ്വാസം അന്വേഷിക്കുകയാണ്, എവിടെ നിന്നാണ് എനിക്ക് പ്രതിഫലം കിട്ടുക. അപ്പോൾ ഒരാളെ വിളിച്ചാൽ എനിക്ക് പ്രതിഫലം കിട്ടും, വിളിക്കുകയാണ്. 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്, സുബഹി ജമാഅത്തായി നമസ്കരിക്കുകയാണ്, സുബഹിക്ക് ശേഷം പ്രാർത്ഥനകൾ ചെല്ലുകയാണ്, എല്ലാം പ്രതിഫലമാണ്. അതിനുശേഷം അവൻ ഉറക്കം വരുന്നുണ്ടെങ്കിൽ, രാത്രി വർക്കുമായി ബന്ധപ്പെട്ട ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതും ഉറങ്ങുന്നതിൻ്റെ അതിബന്ധനോടെ ചെയ്യുകയാണെങ്കിൽ അതും പ്രതിഫലം. ഇനി ഉറങ്ങുന്നില്ല, അവൻ മറ്റെന്തെങ്കിലും പഠനങ്ങൾക്കാണെങ്കിൽ, പഠിക്കുന്നത്, അറിവ് ശേഖരിക്കുന്നത് ഇസ്ലാമിലൊരു പ്രതിഫലം അറിയിക്കുന്ന കാര്യമാണ്. അത് ബിസ്മി കൊണ്ട് തുടങ്ങുക, അതിന് പ്രതിഫലം. ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിന് പ്രതിഫലം. ചായ കുടിക്കുകയാണെങ്കിൽ അത് ബിസ്മി കൊണ്ട് ചൊല്ലി അവിടെ പ്രതിഫലം. ഉമ്മയോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ, ഉമ്മയോടൊന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ അവിടെ പ്രതിഫലം. എല്ലായിടങ്ങളിലും പ്രതിഫലമാണ്. ഇനി നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലോ, അവിടെ കുളിക്കുമ്പോൾ, അതേപോലെ തന്നെ അവിടെ വസ്ത്രം മാറ്റുമ്പോൾ, പാക്ക് ചെയ്യുമ്പോൾ, ഇവിടെയൊക്കെ ബിസ്മില്ല, അതിന് പ്രതിഫലങ്ങളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയിലെ ദിവസത്തിൽ എത്രയോ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ ഈ നന്മകൾക്കൊന്നും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമയനഷ്ടം ഇല്ല എന്നുള്ളതാണ്. ഒരു നിയ്യത്തിന്റെയും ഒരു ബിസ്മിയുടെയും മാത്രം ആവശ്യമാണ്. ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ കാണുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാവേണ്ട ഒരു ആവശ്യം നമുക്കില്ല. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൃത്യമായ ബ്രേക്കുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യുക, പള്ളിയൊന്നും അടുത്തില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ആ സമയം അയാൾക്ക് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താമല്ലോ. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഇപ്പോൾ റമദാനല്ലാത്ത സമയങ്ങളിലൊക്കെ അവർ ഈ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളൊരു കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ആ ഭക്ഷണം കഴിക്കുന്ന സമയം ഉപയോഗപ്പെടുത്താം, നമുക്ക് നല്ല പ്രതിഫലാർഹമാക്കാം. അതിനുശേഷമോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോ ആയിട്ട് 10 മിനിറ്റ് ഉണ്ടായാൽ ളുഹർ അവിടെ നമസ്കാരം കഴിഞ്ഞു. പിന്നെ ഈവനിങ് ടീയുടെ ബ്രേക്കിൻ്റെ സമയത്ത്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ കാര്യങ്ങളൊന്നും മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പെൻഡിങ് ആക്കിയിട്ട് നമുക്ക് ഒരു കാര്യത്തിലും വ്യാപൃതമാവേണ്ട ആവശ്യം വരും. അതെ, നമ്മൾക്ക് ഈ പ്രതിഫലം നേടാൻ പ്രത്യേകം വലിയൊരു സമയം മാറ്റി വെക്കേണ്ടതൊന്നുമില്ല. ഉള്ള സമയങ്ങളെയും ഉള്ള പ്രവർത്തനങ്ങളെയും നന്നാക്കിയാൽ മാത്രം മതി എന്നതാണ്. അപ്പോൾ നമുക്കിന്നത് ഗുഡ് മോർണിംഗ് റമദാനിൽ പാട്ട് ശ്രോതാക്കൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു പാട്ടിലേക്ക് പോകാം അല്ലേ? അതെ, ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഒരിക്കൽ കൂടി സ്വാഗതം റേഡിയോ ഇസ്ലാം ഗുഡ് മോർണിംഗ് റമദാനിലേക്ക്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇൻസ്റ്റൻറ്റുകളെയും ഓരോ പ്രവർത്തനങ്ങളെയും നാളെ പടച്ചവൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന രീതിയിൽ നല്ല നിയ്യത്തോടെ സ്വീകരിക്കണമെന്ന പ്രാർത്ഥനയോടെ ആക്കണം എന്നുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ആക്കാൻ കഴിയാതെ നമ്മളിൽ വരുന്ന ചില ദുർഗുണങ്ങൾ, നമ്മുടെ സ്വയം പര്യാപ്തത നടിക്കലും അതേപോലെ തന്നെ പെരുമ നടിക്കലും ഒക്കെ എത്രത്തോളം നമുക്ക് ദോഷം ചെയ്യുന്നുള്ളതും എത്രത്തോളം നമ്മുടെ കൂടെ അതിനുതകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്നുമാണ് സൂചിപ്പിച്ചത് അല്ലേ? അതെ, വിശുദ്ധ ഖുർആനിലെ 1-2 സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു ഉദ്ധരണി, അത് ഈ സമയത്ത് നമ്മുടെ ചർച്ചക്കൊരു ആക്കം കൂട്ടുമെന്നാണ് തോന്നുന്നത്. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ. അതേ ആശയം വരുന്ന മറ്റു വചനങ്ങളും കാണാൻ പറ്റും നമുക്ക് വേറെ അധ്യായങ്ങളിലൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ പറഞ്ഞത്? ആരുടെ അക്കൗണ്ടിലാണോ നന്നായിട്ട് നന്മകൾ വർദ്ധിച്ചത്, ആരുടെ മീസാനാണോ കാണാൻ തോന്നുന്നത്, അവർക്കാണ് നല്ല തൃപ്തിയുള്ള ജീവിതമുള്ളത്, അഥവാ സ്വർഗമാണ് അവിടെ ലക്ഷ്യം. ഈ മീസാനി കനം കൂടുക എന്ന് പറഞ്ഞാൽ
അത് വലിയ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാകണമെന്നില്ല. ഒരിക്കലും അങ്ങനെ സാധ്യവുമല്ല. അല്ല. ഒരു വലിയ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് ചെറിയ പ്രവർത്തനവും ചെയ്യുന്നവനാകുമ്പോൾ മാത്രമേ അത് പോലും സ്വീകരിക്കുകയുള്ളൂ. അതെ. ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നൊരു പ്രത്യേക ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മളിൽ നിന്ന് അവസാനിച്ച് പോകുന്ന വലിയ പ്രവർത്തനങ്ങളെക്കാൾ അല്ലാഹു തആലക്ക് കൂടുതൽ നമ്മളിൽ നിന്ന് തൃപ്തി ഉണ്ടാക്കുന്നത് നിലനിർത്തുന്ന ചെറിയ കർമ്മങ്ങളാണെങ്കിലും അതിനാണെന്നുള്ളതാണ്. അതെ. ഇനി അത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജാരിയത്തായിട്ടുള്ള സ്വതക്കകൾ, നിലനിൽക്കുന്ന സ്ഥായിയായിട്ടുള്ള സ്വതക്കകൾ. ഈ ഇതാമാത്ത ഇബ്നു ആദം ഇൻഖത്ത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ് എന്നാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ കൂടെ ഉണ്ടാകുന്നത് 3 കാര്യങ്ങളാണ്. നേരത്തെ സമത് പറഞ്ഞു, ഒരാൾ മരിക്കുന്നതോടുകൂടി കുടുംബവും സമ്പത്തും ഒക്കെ അയാളിലേക്ക് വരും, ബാക്കി അമല് മാത്രം അയാളുടെ കൂടെ പോകും. ഇതങ്ങനെയല്ല. ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ഖബറിലേക്ക് കൂടി വരുന്ന 3 കാര്യങ്ങൾ, നിലനിൽക്കുന്ന 3 കാര്യങ്ങൾ, മാഞ്ഞു പോകാത്ത 3 കാര്യങ്ങൾ. അതിൽ ഒന്നാണ് ജാരിയായിട്ടുള്ള സ്വതക്ക. അതേപോലെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം. അതേപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇൽമ് നേടുന്നതിൻ്റെ പ്രസക്തി പറഞ്ഞു. അപ്പോൾ ആ അറിവ്, ഉപകാരപ്പെടുന്ന അറിവ്, അത് നമ്മൾ നേടിയെടുത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൂടെ ഉണ്ടാകും. അപ്പം ഇത് 3 നേടിയെടുക്കുക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല, ഒരിക്കലുമല്ല. നല്ലൊരു മകൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മക്കളെ ആ രൂപത്തിൽ വളർത്തണ്ടേ? തീർച്ചയായിട്ടും. മാത്രമല്ല, ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഏത് മോശപ്പെട്ട മാതാപിതാക്കളും പറയും. പക്ഷെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എന്താ പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ നീ ഒരു കണ്ടീഷണലാണല്ലേ? അതെ. അത് നമുക്കൊരു ആലങ്കാരിക പ്രയോഗമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കരുണ ചെയ്തിട്ടുണ്ടെങ്കിൽ കരുണ കൊടുത്താൽ മതി എന്നൊരു അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പോലും അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പം മാതാപിതാക്കൾ നന്നാവണം. മാതാപിതാക്കൾ മക്കൾക്ക് നല്ല രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ പരലോകത്ത് നിന്ന് ചോദിക്കും, പടച്ചോനെ എനിക്കെങ്ങനെ ഇതൊക്കെ കിട്ടിയത്? നല്ല മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ പക്ഷെ അവർ അത്രയൊന്നും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവരോട് പറയപ്പെടുന്നതാണ് ഇസ്തിഗ്ഫാരി വലദികലക്, നിനക്ക് വേണ്ടി നിൻ്റെ മകൻ്റെ ഇസ്തിഗ്ഫാറാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇസ്തിഗ്ഫാർ എനിക്ക് വേണ്ടി ചെയ്യാനുള്ള രൂപത്തിലേക്ക് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. ഒരു അർഹത നേടുക എന്നുള്ളതാണ് മക്കളെ വളർത്തുന്നതിലൂടെ. നാളെ പരലോകത്ത് പ്രത്യേക ആദരവ് ലഭിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മക്കൾ നല്ലവരായവർ, അല്ലെങ്കിൽ മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയവരാണല്ലോ. പക്ഷെ ചില ആളുകൾക്ക് നിരാശയുണ്ടാവും, ഒരുപാട് അവർ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും മക്കൾ നന്നാവുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പോലെയുള്ള ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അതിൽ നമ്മൾ വഴിയിടാണ്ട ഒരു കാര്യം, അതെ, ഒരു പരിധി വരെയാണ് നമുക്ക് ഉത്തരവാദിത്വം പഠിച്ച് നൽകിയിട്ടുള്ളത് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. നമ്മുടെ ഭാഗം ക്ലിയർ ആയിട്ട് മുന്നോട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ബാധ്യതകളൊക്കെ നമ്മൾ നിറവേറ്റുക എന്നതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓരോ കാര്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയ്യത്ത്, പടച്ചവൻ്റെ പേരിൽ തുടങ്ങുക, ഇതെല്ലാം അനിവാര്യമാണ്. അതെ. ഇപ്പോൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് റമദാൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ്, പക്ഷെ ഇത് ചെയ്യുക വഴി നമുക്ക് കിട്ടുന്നത് വലിയ, നമ്മൾ പറഞ്ഞ പോലെ ആ സക്കുലത്ത് മവാസീനുഹു എന്നൊരു പൊസിഷനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ പൊസിഷൻ കിട്ടുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ? സ്വർഗം കിട്ടുകയുള്ളൂ. ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിവിടെ 10-50 കൊല്ലം അങ്ങനെ ജീവിച്ചു പോയിട്ട് മുന്നോട്ട് പോകാനല്ലല്ലോ, മരിച്ചു പോകാനല്ലല്ലോ, മരണാനന്തരം വരാനിരിക്കുന്ന ഒരു സജീവമായൊരു ലോകമുണ്ട്, ഒരിക്കലും ഇൻഫിനിറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു ലോകം. അപ്പം അവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് യഥാർത്ഥത്തിലുള്ള വിജയം നമുക്ക് ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നിമിഷാർദ്ധങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രതിഫലാർഹമായി മാറണം. കാന സഅയ്യുഹും മഷ്കൂറ എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ, അവരുടെ പരിശ്രമങ്ങളൊക്കെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ രീതിയിൽ സ്മരിക്കപ്പെടാനും സ്വീകരിക്കപ്പെടാനും നാളെ പരലോകത്ത് കണ്ട് തൃപ്തി അടയാനും പരസ്യം പറയുന്നുണ്ടല്ലോ, ഏതൊരു ചെറിയ കർമ്മം ചെയ്താൽ പോലും നാളെ പരലോകത്ത് അത് കാണപ്പെടുമെന്നുള്ളത്.
അപ്പം ആ രീതിയിൽ കാണാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ബിസ്മി കൊണ്ട് തുടങ്ങുക അല്ലെങ്കിൽ നീയത്ത് കൊണ്ട് തുടങ്ങുക എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടെ കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലുക എന്ന് പറയുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറ്റാത്ത കർമ്മങ്ങളാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ടതെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കർമ്മം നമ്മൾ നിത്യം ചെയ്യുന്നതാണ്, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ്. പക്ഷെ ആ കർമ്മം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറ്റില്ല എന്ന് നമ്മളെ മനസ്സ് പറയുകയാണെങ്കിൽ അതിനർത്ഥം ആ കർമ്മം ഒഴിവാക്കാനുള്ളതാണ്. അതായത് പ്രതിഫലാർഹമാകണം നമ്മുടെ 24 മണിക്കൂറും. ആ 24 മണിക്കൂറിൽ ഏതെങ്കിലും ഒരു കർമ്മം നാളെ പരലോകത്ത് ഉപകാരപ്പെടില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഞാനും ലുക്മാൻ കയും അടക്കം ഇതുവരെ നമ്മൾ ആരും അങ്ങനെ ആയിരുന്നില്ല, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മളടക്കം ഒരു കർമ്മം നമ്മളിൽ പ്രതിഫലം നൽകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് ലീവ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കി ഓരോ നിമിഷവും എല്ലാ ദിവസവും എല്ലാ സമയവും പ്രതിഫലത്തിന് അർഹരായി മാറുക. ഇൻഷാ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇതുവരെ ഗുഡ് മോർണിംഗ് റമദാനിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ലുക്മാനും എൻ്റെ കൂടെ അബ്ദുസമദുമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.